ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോവക്ക ഫ്രൈ ആണ്. അപ്പോൾ അതിനാവശ്യമായ കോവക്ക ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് 4 പീസായിട്ട് മുറിക്കണം കേട്ടോ. ഞങ്ങൾ വീട്ടിലുണ്ടായിട്ടുള്ള കോവയ്ക്കാണ്. ഞാൻ 4ആയിട്ട് എല്ലാതും 4ആയിട്ട് മുറിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ ഉണ്ടായിട്ട് ഫീൽ ചെയ്യും. നല്ല ടേസ്റ്റായിട്ടും ഹെൽത്തിയാണ്. ഞാൻ എല്ലാവരും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാതും ഇങ്ങനത്തെ ഒരു കളറാണ് കിട്ടിയത്. ഞാൻ നന്നായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം മുളക് പൊടി ഇടുന്നുണ്ട്. എല്ലാ മസാലപ്പൊടികളും ഇടുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതിനും മഞ്ഞൾപ്പൊടി തന്നെ കേട്ടോ. കുറച്ച് നുള്ള ഉപ്പും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. നന്നായി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാക്കാം കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ്. അതിന് ശേഷം ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിന് ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചുള്ള കോവക്ക നമുക്ക് അയക്കിടണം. നന്നായിട്ട് ഇട്ടിട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നന്നായി ഇടുന്നുണ്ട്. അപ്പോൾ നന്നായി ഇളക്കണം കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, അല്ലെങ്കിൽ ആകെ ഇതായി പോകും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കണം. 4 എക്സസൈസ് ചെയ്തിട്ടുണ്ടാവും. അതുണ്ടെങ്കിൽ നന്നായി ഇളക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇളക്കുന്നുണ്ട്. ഇത് മുരിഞ്ഞിട്ടുണ്ട്. മുരിയണ മുന്നേ ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ മുമ്പ് ജസ്റ്റ് ഒന്ന് ഇളച്ചിട്ട് കണ്ടോ, നന്നായി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഒരു പാത്രം എടുത്തിട്ട് അതിക്ക് മാറ്റണം കേട്ടോ. ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിക്ക് മാറ്റാം. കോവക്കേണ്ടത് നമ്മൾ ചോറിക്കൊക്കെ കൂട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റിയാണ്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.